സജന താത്ത വീണ്ടും എയറിലായിരിക്കാൻ സുഹൃത്തുക്കളെ. സജന ആരും അങ്ങനെ മറന്നു കാണാൻ വഴിയില്ല. എന്നാലും ഞാനൊന്ന് പൊടിതെറ്റി തരാം. നമ്മുടെ സജന റസൂൽ പൂക്കുറ്റി ഫിറോസ് വിഷയമില്ലേ, നമ്മ പണ്ട് റിയാക്ട് ചെയ്തതൊക്കെ ഓർക്കുന്നില്ല? അത് തന്നെ. ഇപ്പൊ സജന ഒരു യൂസ്ഡ് കാർ ഡീലറെ പറ്റിച്ചൊരു BMW കാറുമായിട്ട് നടക്കണേന്ന്. എന്തായാലും നമുക്ക് അതിന്റെ ഒരു വീഡിയോ കണ്ടു നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ സിസ്റ്റർ നന്നായി, അല്ലെങ്കിൽ പണ്ടേ കാറുകാരെ പറ്റിച്ച് നടന്നാന്. നല്ല രീതിയിൽ വണ്ടി ഓടിക്കും. എനിക്ക് ആഗ്രഹമായിരുന്നു ഞാനെന്താ ഇത്രയും പെട്ടെന്ന് പഠിക്കാത്തതെന്നൊക്കെ ഞാൻ വിചാരിക്കുകയായിരുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടൊക്കെ ഓടിക്കും. ഭയങ്കര സ്മൂത്ത് ആയിട്ട് ആൾക്കാരെ പറ്റിച്ച് വണ്ടി ഓടിക്കാൻ നല്ല രസമായിരിക്കും. എനിക്ക് സഡാൻ മോഡലും ഇഷ്ടമാണ്, SUV മോഡലും ഇഷ്ടമാണ്. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ആദ്യം എടുത്ത മോഡലിന്റെ വണ്ടിയുടെ കാശ് കൊടുത്ത് തീർക്ക്, എന്നിട്ട് വേറെ മോഡൽ എടുക്കും. അതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാള്ളായ, നിനക്ക് ആ പദം പറയാൻ ഒരിക്കലും അർഹതയില്ല. കാരണം നീ ചെയ്തു കൂട്ടിയതൊക്കെ അതുപോലത്തെ പൊറുക്കാൻ കഴിയാത്ത പ്രവർത്തികളാണ്. പിന്നെ മാഷാള്ള ഒന്ന് വായടച്ചിരിക്കുവോ? എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW തന്നെ ബ്രാൻഡ്. നെക്സ്റ്റ് സഡാനിൽ ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാഷാള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ എന്ന്. ഇനി ആരെ കുരുതി കൊടുക്കാനാണെന്ന് ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും ദിയാസന പറഞ്ഞു വെച്ചിട്ട് സ്വന്തം മുഖം രക്ഷിക്കാനും സ്വന്തം ഭാഗം ന്യായീകരിക്കാനും വേണ്ടി ആരെയും കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത വ്യക്തിയാണ് ഈ സജന. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു യൂസ്ഡ് കാർ ഡീലറെ പറ്റിച്ചാണ് ഇവളീ വണ്ടി വാങ്ങിച്ചത്. ഈ വീഡിയോയുടെ അടിയിൽ പുള്ളി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. അൻവർ PM കാർസ് എന്ന വ്യക്തിയാണ് കമന്റ് ഇട്ടേക്കുന്നത്. വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിന്റെ ഫുൾ ക്യാഷ് തന്നിട്ടില്ല. നിങ്ങളുടെ പേരിൽ വാഹനം മാറ്റിയിട്ടുമില്ല. RC ചെക്ക് ചെയ്താൽ അത് മനസ്സിലാകും വാഹനം അവരുടെ പേരിലല്ലെന്ന്. ആ വാഹനം സന്തോഷത്തോടു കൂടി ഓടിക്കണമെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ക്യാഷ് നിങ്ങൾ തന്നു തീർത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ ശാപമുള്ള വാഹനമാണത്. എനിക്ക് ക്യാഷ് തരാതെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണത്. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണത്. അതിൻ്റെ മുഴുവൻ പണം തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ പോരെ. അതുൽ ബ്ലോഗ്സിനെ മെൻഷനും അടിച്ചിട്ടുണ്ട്. ആ പാവം കാർ ഡീലറിന്റെ കമന്റ് കേട്ടില്ലേ? അയാൾ രാപ്പകൽ ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് നേടിയതാണ് ആ വണ്ടി. അതാണ് സജന ഒരു നിമിഷം കൊണ്ട് തട്ടിയെടുത്തത്. പിന്നെ സജന ഈ പ്രവൃത്തി ചെയ്തത് കൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ചതിയും വഞ്ചനയും കൂടപ്പറപ്പായിട്ട് കൊണ്ടു നടക്കുകയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. സജനയോട് എനിക്ക് പറയാനുള്ളത്, നീ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് എന്തൊക്കെ നേടിയാലും അതൊരിക്കലും ഉതകൂല. നീ ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ പോണെന്ന് പറഞ്ഞില്ലേ, അതും 8 നില പൊട്ടേയുള്ളൂ. കാരണം ഒരാളെ ചതിച്ചും വഞ്ചിച്ചും നീ ജീവിതത്തിൽ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ നേടിയെന്ന് പറഞ്ഞാലും അതൊന്നും ഒരിക്കലും അധികകാലം നിലനിൽക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ചെയ്ത പുഴുത്ത് ചാകുകയുള്ളു. ഞാൻ ആലോചിച്ചത് മറ്റൊരു കാര്യമാണ്. സജൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നു എന്ന്. അപാര തൊലിക്കട്ടി തന്നെ. എന്തായാലും നമുക്ക് ബാക്കി വീഡിയോ കൂടി കണ്ടു നോക്കാം. അത് നേരത്തെ അറിഞ്ഞില്ലേ? ഞങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ, ഒരു കാർ ഡീലറെ പറ്റിച്ച് മേടിച്ചതല്ലേ. നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ ഞാനത് പബ്ലിസിറ്റി എന്തേ പറഞ്ഞു കൊടുക്കുന്നു. നമ്മള് അയാൾ എന്ത് പറയാനാ, അയാൾക്കറിയാം സത്യം. BMW എടുത്തില്ലേ, അത് കുറെ ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ല വേണ്ട. എത്ര മനോഹരമായിട്ടാണ് മീഡിയയിൽ വന്ന് ഇങ്ങനെ കള്ളം പറയുന്നത്. കണ്ടിട്ട് എന്റെ തൊലി തന്നെ ഉരിഞ്ഞു പോണ്. അപ്പം ഭയങ്കര സന്തോഷം നിങ്ങളെ വീണ്ടും കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് സങ്കടമാണ് കേട്ടോ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. കാണാൻ പറ്റട്ടെ ഇനി പല പല വർക്കിലും. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നീ ചെയ്ത പ്രവൃത്തി വെച്ച് നിന്നെ എന്ത് സപ്പോർട്ട് ചെയ്യാനാണ്? സജന നാടിന് അഭിമാനം, മറ്റുള്ളവർക്ക് മാതൃകയെന്ന് പറയാൻ കഴിയില്ലല്ലോ. സ്നേഹിക്കണം. നെഗറ്റീവ് കമന്റ്സ് മാത്രം ഇടരുത്. ഒരിക്കലും ഇല്ല, പോസിറ്റീവ് മാത്രം ഇടാം പോരെ. തകർന്നു പോകുന്നത് സ്നേഹിക്കാനും മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കാനും മനസ്സുള്ളവർക്കല്ലേ. നിനക്കതില്ലാത്തത് കൊണ്ട് നീ ഒരിക്കലും തകരില്ല. വേണമെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അല്ല അതല്ല, അത് അറിയാം. സജനയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ജീവിതത്തിൽ ഒരു വ്യക്തി, സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വ്യക്തി. ചുരുക്കി പറഞ്ഞാൽ ഇവൾക്ക് ഒരു തരം ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഇവളുടെ ഈ ഡുവൽ പേഴ്സണാലിറ്റി കാരണം ഒട്ടേറെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട് എന്നതാണ് സത്യാവസ്ഥ. നിങ്ങൾക്ക് ഈ സജനയുടെ പ്രവൃത്തി കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.